ഇങ്ങനെ 3 നേരം കുളിയും ചെപ്പായിട്ട് നടന്നാ പോരാ, ഒരു തീരുമാനം പറയും. അപ്പൊ ഞാൻ ഇനി കുളിക്കണ്ടെന്നാണോ പറയണേ? കുളിച്ചോ, പക്ഷെ ഈ പുല്ലും വക്കോലും തന്നൊരു അറവമാടിനെ പോലെ എന്നെ ഇവിടെ കെട്ടിയിടാനാണ് പരിപാടിയെങ്കിലേ ഞാൻ എന്റെ പാട്ടിന് പോവും. എങ്ങോട്ട്? എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക്. അപ്പൊ നീ മരിക്കണില്ലേ? മരിക്കാൻ ഞാൻ തയ്യാറാ, പക്ഷെ എന്റെ ഡിമാൻഡ്സ് അംഗീകരിക്കേ. ഇത് എന്റെ മാത്രം കാര്യമല്ല, നിന്റെ ആത്മാവിനും കൂടി പുണ്യം കിട്ടുന്ന ഒരു കരാറാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അയ്യടാ, അങ്ങനെ കിട്ടുന്നതൊക്കെ വലിച്ചു വരുത്തുന്നുള്ള പുണ്യൊന്നും എനിക്ക് വേണ്ട. നിന്റെ അവസാനത്തെ ആശകൾ എന്താന്ന് വെച്ചാൽ നീ പറഞ്ഞ് ഞാൻ സാധിപ്പിച്ചു തരാം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒന്ന് കടിച്ചു പറിക്കണം. വല്ല മട്ടനോ ചിക്കനോ, ഇനിയിപ്പോ വെടിയിറച്ചിയായാലും കുഴപ്പമില്ല. വെടിയിറച്ചിയാ? കാട്ടുപോത്ത്, മാന്, പന്നി. അത്രയല്ലേ ഉള്ളൂ, അതിന് വഴി ഉണ്ടാക്കാം. ആശ അടങ്ങാറ് ചത്തിട്ട് നിന്റെ ആത്മാവ് ഇവിടെ ചുറ്റി കറങ്ങണ്ട. സൂര്യന് വാറുണ്ടോ? വാറുണ്ടല്ല, അവാർഡ്. എന്താ വാർഡ്? പത്രത്തിൽ ന്യൂസ് ഉണ്ട്. ന്യൂസോ? പത്രത്തിലോ? പുതിയ എഴുത്തുകാരിൽ ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന ശ്രീ സൂര്യദാസിന് കലാക്ഷേത്രയുടെ പുരസ്കാരം. അരമനക്കുയിലിന്റെ പാട്ട് എന്ന നോവലാണ് അവാർഡിന് അർഹമായത്. ഒരു ഏകാന്ത തടവുകാരിയുടെ ഉത്കട മനോവികാരമാണ് പ്രസ്തുത നോവലിലെ പ്രമേയം. ഈ നോവൽ സാഹിത്യ ലോകത്ത് ശ്രീമാൻ സൂര്യദാസിന് ലബ്ധപ്രതിഷ്ഠ നേടിക്കൊടുക്കുന്നതിന് 2 പക്ഷമില്ല. 5000 രൂപയും അവാർഡ് ശില്പവും ആവണിക്കര ശ്രീവരാഹം ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ വരുന്ന മാർച്ച് 27-ാം തീയതി രാവിലെ 10 മണിക്ക് കലാക്ഷേത്രയുടെ രക്ഷാധികാരി കൂടിയായ പ്രശസ്ത നാടകർക്ക് സേവിയർ പുൽപ്പാട്ട് നൽകുന്നതാണ്. ഒരു ഫോട്ടോ കൂടി കൊടുക്കാറുന്നില്ല സൂര്യ? അതിനിപ്പോഴല്ലേ ഇങ്ങനെ ഒരു കുരിശ് ഞാൻ തന്നെ അറിയണത്. അപ്പൊ ഈ വിവരം സൂര്യൻ അവർ അറിയിച്ചിട്ടില്ല? ഞാൻ അറിയിച്ചിരുന്നു. ഇവിടെ ആരോടും പറയണ്ടെന്ന് സൂര്യൻ എന്നോട് പറഞ്ഞതുകൊണ്ട് ആരെയും അറിയിക്കാതിരുന്നതല്ലേ സൂര്യ? എന്നാലും ഞങ്ങളോട് ഇത് മറച്ചു വെച്ചത് തീരെ ശരിയായില്ല. അച്ഛനെങ്കിലും ഞങ്ങളോട് ഇതൊന്നും പറയായിരുന്നില്ല. ഒരു പ്രത്യേക ടൈപ്പാ. ഇതിനൊക്കെ ഒരു വില ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ ഇത് കൊട്ടുകൊഴിച്ചിട്ട് എന്താ കാര്യം? എന്താ കാര്യം? ഒരു അരിവർത്ത പ്രസ്ഥാനം പറഞ്ഞ. എനിക്ക് ഈ പ്രശസ്തിയിലും പുരസ്കാരത്തിലൊന്നും തീരെ താല്പര്യമില്ല. ഇതിനു മുമ്പ് പലരും അവാർഡ് വെച്ച് നീട്ടിയിട്ടുണ്ട്. എന്നിട്ട് വാങ്ങിയ? ഇല്ല, വാങ്ങിയിട്ടില്ല. ഇത് വാങ്ങാൻ പോണില്ല. അങ്ങനെ പറയരുത്. ഈ വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് കിട്ടുന്ന അവാർഡല്ലേ? മാത്രമല്ല 5000 രൂപ ക്യാഷ് അവാർഡ് ഉണ്ടല്ലോ. അതിന് നക്കാപ്പിച്ചേക്ക് ആര് വാങ്ങാൻ പോണു? ഞാൻ പറഞ്ഞില്ലേ സൂര്യൻ ഇഷ്ടമല്ലെന്ന്. പിന്നെ എല്ലാവരും കൂടി നിർബന്ധിക്കും. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, വാങ്ങണം. സൂര്യദാസ് അവാർഡ് വാങ്ങുന്നത് ഞങ്ങൾക്ക് അഭിമാനമാണ്. അത് തന്നെ, അവാർഡ് വാങ്ങിയ കഥാകൃത്ത് സൂര്യദാസ് എന്റെ വീട്ടിലെ താമസിക്കുന്നെന്ന് പറഞ്ഞ് കോളേജിൽ എനിക്കൊന്ന് ഷൈൻ ചെയ്യാലോ. സമ്മതിക്കു സൂര്യ. കാവിലമ്മയുടെ അനുഗ്രഹം സൂര്യനും കിട്ടിയെന്ന് കൂട്ടിക്കോ. വാങ്ങണോ? വാങ്ങണം, 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 വാങ്ങണോ? വാങ്ങണം. മൈ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ മാർച്ച് 27-ാം തീയതി സൂര്യൻ ആളിയും ഞാനും കൂടി അവാർഡ് വാങ്ങാൻ പോകുന്നു. ഇത് ഫിക്സ്, മാറ്റമില്ല. സൂര്യേട്ടാ, ഇവരൊക്കെ എന്റെ ക്ലാസ്മേറ്റ്സാ. കേറി വാ, ഒന്ന് പിടിച്ച. ഇത് രാധിക, ഇത് നീരജ, ഇത് സംഗീത, ഇത് ആന്റീസ തോമസ്. എല്ലാരും കൂടി ഒന്ന് പിരിവിനിറങ്ങിയതാ? പേടിക്കണ്ട, ഇവരൊക്കെ സൂര്യേട്ടന്റെ ഫാൻസാ. എന്റെയോ? കൺഗ്രാചുലേഷൻസ് പറയാൻ വന്നതാ. കൺഗ്രാചുലേഷൻസ് എന്തിന്? അരമനക്കുയിലെ പാട്ട് ഞങ്ങൾക്ക് വലിയ ഇഷ്ടായി. പാട്ട് എനിക്കും ഇഷ്ടമാ. പുതിയ കാസറ്റാ? സൂര്യേട്ടന് അവാർഡ് കിട്ടിയ നോവലില്ലേ, അതിന്റെ കാര്യം ഇവള് പറയണേ. ഓ, ആ നോവല്. അതെ അതെ അതെ, അതിനെനിക്ക് അവാർഡ് കിട്ടിയത്. അത് എഴുതാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു. എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒടുവിൽ മായമ്മ ആത്മഹത്യ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഏത് മായമ്മ? നായിക. ഓ, നോവലിലെ നായിക മായമ്മ. അവൾ എന്ത് തെറ്റ് ചെയ്തു സാർ? അവസാനം വരെ രഘുത്തമനെ സ്നേഹിക്കില്ലേ ചെയ്തുള്ളൂ. അത് തെറ്റാണോ? തെറ്റ് അവളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഓരോരുത്തരുടെ തലവിധി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സോറി, ഞാൻ കഥയുടെ നല്ലൊരു മൂഡ് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. സോറി സാർ, ഞങ്ങൾ ശല്യായോ? ഏയ്, നിങ്ങൾ വന്നതിൽ സന്തോഷമല്ലേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സമയക്കുറവുണ്ടാ. അതാ നമുക്ക് സൗകര്യമായിട്ട് ഇനി ഒരിക്കൽ പരിചയപ്പെടാം. താങ്ക് യു സാർ. മറ്റേ സാർ. ലോകത്തുള്ള മുഴുവൻ പൈങ്കിളി കഥയും വായിച്ചോണ്ട് ഓരോന്നും ഇറങ്ങിക്കോളും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. ഭഗവാനെ, ഈ പരീക്ഷണം ഇനി നിർത്താറായില്ലേ? കഥാകൃത്ത് എന്നൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ച് താടിയും മുടിയൊക്കെ വളർത്തിയ ഒരു ഭുജിയായിരിക്കുമെന്ന്. ഈ കക്ഷി നല്ല ചെത്താണല്ലോടി. കർത്താവ് ഇങ്ങനൊരു കഥാകൃത്തിനെ വീട്ടിൽ കൊണ്ടു നിർത്താൻ എന്റെ ഡാഡിയിൽ കണിയണമേ. മതിയടി കണ്ണു വെച്ചത്. ഹാവൂ, തമ്പുരാട്ടിക്ക് ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. എവിടം വരെ പ്രേമം? പ്രേമോ? ഒന്ന് പൊടി, ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല.
ഇതോണേ എന്തിനാ ഇങ്ങനെ ആക്രാന്തം കാണിക്കണേ? ഞാൻ പിടിച്ചു പറിക്കാനൊന്നും പോണില്ല. ഇത് മുഴുവനും നിനക്ക് തന്നെ തിന്നാനുള്ളതാ. ഇത് എവിടെ മേടിച്ചത്? ടേസ്റ്റ് എത്ര പോരാ, കാശ് മുടക്കിയാൽ മാത്രം പോരാ, നല്ല സാധനം നോക്കി മേടിക്കാനും പഠിക്കണം. പിന്നെ ബുഹാരി ഹോട്ടലിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നല്ല എന്റെ പണി. കിട്ടിയിട്ട് ഞന്നിട്ട് എഴുന്നേറ്റ് പോടോ വേഗം. എനിക്ക് ഇതിന്റെ മണം കണ്ടിട്ട് ഛർദ്ദിക്കാൻ വരിക. തിന്നുന്നതിന് മുമ്പിൽ ഇരുന്നിട്ടാണോ ഛർദ്ദിക്കുന്ന കാര്യം പറയുന്നത്? ആ സോറി, മനസ്സിൽ തോന്നിയത് അറിയാണ്ട് പറഞ്ഞു ഉള്ളൂ. ഐ ഇതെന്താ കയ്യിൽ വെളുത്തൂരിണ്ടിട്ട്? ആനമുട്ട. എന്തോ താറാമുട്ട. എന്നാ പിന്നെ ഒരെണ്ണത്തിന് വെക്കാ. ഇവനേത് പിച്ചക്കാരനെ ജനിച്ചതാവോ? ഇങ്ങനെയുണ്ടോ ഒരാർത്തി? എന്താ പറഞ്ഞത്? അല്ല, അവാർഡ് വാങ്ങാൻ പോവാൻ നാളെ എന്റെ അളിയങ്കാലം വരുന്നുണ്ടെന്ന് പറഞ്ഞതാ. ആ പറഞ്ഞ പോലെ എന്താ തീരുമാനിച്ചത്? ആലോചിച്ചിട്ട് ഒരു എത്തും പിടി കിട്ടണില്ല. നിനക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. എന്താ? എന്നെ കൊണ്ട് ഈ കുഴി ചാടിച്ചിട്ട് ഞാൻ പാട്ടിനാൻ പോട്ടോ, അവാർഡ് മേടിക്കാൻ പോവാന്ന് മേനോന്നല്ലേ തീരുമാനിച്ചത്? ഓ, ഏത് ശനി പിടിച്ച സമയത്താണാവോ എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നിയത്. കാവിലമ്മ തീരുമാനിക്കുന്ന പോലെ അങ്ങോട്ട് നടക്കും. ദേ, നീ മുട്ട അങ്ങോട്ട് തിന്ന്. എന്നാ. അവരെവിടെ? അവരെവിടെ എന്നാ? അളിയൻ സൂര്യൻ റെഡി ആയോന്ന്? എന്താ പറഞ്ഞേ? അല്ലെങ്കിലേ ചെവിയുടെ പ്രീമിയം കുറഞ്ഞു കുറഞ്ഞു വരിക. അതിന്റെ ഇടയിൽ ഇതും കൂടെ കുത്തിക്കേട്ടണോ? നേരം പോകാൻ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ? ചില എൻ്റർ ദ ഡ്രാഗൺ ഞാൻ അറിയുന്നുണ്ട്. നീ എന്താ ഇപ്പൊ ഇങ്ങോട്ടും തള്ളിയത്? സൂര്യദാസ് ഇന്നല്ലേ അവാർഡ് വാങ്ങുന്നത്. അളിയനെ സൂര്യനെ കൂട്ടിക്കൊണ്ടുവന്നാ. എവിടെ അവരെ? അവര് പോയല്ലോ. പോയോ? എപ്പോ? പരപരാതി വിളിച്ചപ്പോഴേ പോയി. അതെന്ത് പണിയാ അളിയൻ കാണിച്ചത്? ഞാൻ വന്നിട്ട് 3 പേരും കൂടി ഒരുമിച്ച് പോകാമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഇവിടുന്ന് ദൂരം കുറച്ചില്ലേ, വൈകണ്ടെന്ന് വിചാരിച്ചിട്ടാവും. എന്ത് ദൂരം? കൂടി പോയാ 1.5 മണിക്കൂർ. 10 AM ചടങ്ങ്. അതിന് ഇപ്പോഴും അവിടെ പോയി കുത്തിയിരിക്കണോ? ടൗണിൽ ചെന്നിട്ട് ആരൊക്കെ കാണാനുണ്ടെന്ന് പറയുന്നത് കേട്ടു. വീട്ടിൽ അഖിലലോക പ്രശസ്തകളും വസുമതി കൂടി സദ്യക്കുള്ള ചട്ടവട്ടങ്ങൾ ഒരുക്കുക. അവാർഡ് വാങ്ങി വരുമ്പോ സൂര്യന് കേമമായിട്ട് ഊണ് കൊടുക്കാൻ. ആ കുട്ടികളോട് ഞാൻ ഇനി എന്ത് സമാനം പറയുന്നേ? ആകെ ചമ്മി. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അവാർഡ് വിതരണം നടക്കുമ്പോ മുൻനിരയിൽ മുൻ സീറ്റിൽ ഈ LIC മേനോൻ ഉണ്ടാകും.